ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, സുവിശേഷീകരണം ആധുനിക യുഗത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ നമുക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനാൽ മുന്നമേ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ കന്യാമറിയാമിലൂടെ ദൈവത്തിൻ്റെ മാലാഖയുടെ അറിയിപ്പിനാൽ ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ അയക്കുമെന്നും അവൻ ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ അകറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടർത്തി ദൈവിക അംശത്തിലേക്ക് നമ്മെ മാറ്റുന്നതായ അവസ്ഥയ്ക്കാണല്ലോ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത്. ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിനെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് സുവിശേഷീകരണം. കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാണല്ലോ സദ്വാർത്ത. ആ സദ്വാർത്ത മലങ്കര TV-യിലൂടെ അനേകരെ ദൈവത്വങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മുടെയും സദ്വാർത്ത. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും അഴിഞ്ഞു പോകുകയില്ല. ഈ തിരുവചനം മുൻനിർത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക കൃപകളും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾവി മുഖാന്തരം നിങ്ങളെ ദൈവം 30, 60, 100 മേനിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സത്യവചനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് പള്ളിയാമ്പലച്ചനാണ്. ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മിൽ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൽ അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ തിരുവചനവുമായി നമുക്ക് അല്പസമയം ധ്യാനിക്കുവാനും ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. പിശാച് ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ലോകത്തോടുള്ള ദൈവവേദനയുടെ മനോഭാവം എങ്ങനെ രൂപീകരിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായിരിക്കരുത്. ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു മനോഭാവം, ഒരു ജീവിതശൈലി ദൈവം നമ്മിൽ നിന്നെല്ലാം ആഗ്രഹിക്കുകയാണ്. ലോകം പിശാചിൻ്റെ കീഴിലായതുകൊണ്ട് ദൈവത്തിൻ്റെ കീഴിലിരിക്കുന്ന ദൈവവേദലിന് ഒരു വേർപാടും ഒരു വേർതിരിവും ഒരു വ്യത്യസ്തത പുലർത്തിയിരിക്കണം എന്നത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ഇവിടെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലും വസ്ത്രധാരണത്തിലും സംഭാഷണ ശൈലിയിലും ജീവിതശൈലിയിലും കുടുംബജീവിതത്തിലും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരെ ഒരു വേർപാട്, ഒരു വ്യത്യസ്തത, മറ്റുള്ളവരിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു വ്യത്യസ്തത, വിശുദ്ധിയിലുള്ള ഒരു വ്യത്യസ്തത ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ചതാണല്ലോ, പിതാവേ, ഞാൻ അല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുക്കും. പിതാവ് ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയൊരു വാക്യമാണ്. യേശു പറയുകയാണ്, പിതാവേ, ഞാൻ ലൗകികനല്ല, ലോകമയത്വമുള്ള ഒരാളല്ല ഞാൻ, ലോക സ്വഭാവമല്ല, ലോകത്തിൻ്റെ ശൈലിയല്ല എൻ്റെ. ഞാൻ എന്തായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ ഈ മക്കൾ. അവരും ലൗകികന്മാരല്ല, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ദുഷ്ടൻ അവരെ തൊടാതോണം നീ അവരെ കാത്തുകൊള്ളണം.
നോക്കുക, ലോകത്തിൽ നിന്ന് വിശുദ്ധന്മാരെല്ലാവരും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനല്ല യേശു പ്രാർത്ഥിച്ചത്. തിന്മയുടെ സ്വാധീനമുള്ള ലോകത്തിൽ ദുഷ്ടൻ തൊടാതെ തൻ്റെ മക്കളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന, പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു ദൈവപുത്രൻ നമുക്കുണ്ട്, യേശു നമുക്കുണ്ട് എന്നതാണ് ലോകമയത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു നിർത്തുന്ന പ്രധാന ഘടകം. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമ്മുടെ സ്വന്തം തീരുമാനം കൊണ്ടൊന്നും പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മേഖലകളിൽ യേശുവിൻ്റെ പ്രാർത്ഥന ഹൃദയത്തിൽ ചിന്തിച്ചാൽ, മനസ്സിൽ ഓർമ്മയിൽ കൊണ്ടെത്തിച്ചാൽ തീർച്ചയായും ഒത്തിരി ലോക വഴികളിൽ നിന്ന്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നിന്ന് മാറി നിൽക്കുവാനും അതുവഴി കുടുംബത്തിൽ സമാധാനവും മനസ്സിന് സന്തോഷവും ആത്മാവിന് വലിയ പ്രത്യാശയും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി പ്രിയമുള്ളവരെ, നാം തുടർന്നുള്ള വേദഭാഗം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളവയെയും സ്നേഹിക്കരുത്. ഈ വാക്യത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവനാ നല്ല കർത്താവേ, ശാന്തമായ ഈ നല്ല സമയത്ത് അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് വേണ്ടിയും വചനത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടിയും ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട അങ്ങയുടെ വചനം താവേ, അങ്ങയുടെ ആത്മാവിൽ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. നിന്റെ വചനം എൻ്റെ കാലിന് വിളക്കാണ്, എൻ്റെ പാതയ്ക്ക് വലിയ പ്രകാശമാണ്, എൻ്റെ നാവിന് അത് തെൻകട്ടേക്കാൾ മാധുര്യമാണ് എന്നൊക്കെ ദാവീദ് എഴുതി വെച്ചത് ഞങ്ങൾക്കും പറയുവാൻ, അനുഭവിപ്പാൻ ദൈവമേ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷയ്ക്കായിട്ട് വളരുവാൻ, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും, സകല ദുഷ്ടതയും അനീതിയും അശുദ്ധിയും നീക്കിക്കളയുകയും എന്ന് പത്രോസ്ലീഹായി ഞങ്ങളെ ഉപദേശിക്കുന്ന നോക്കും. അവയെ ഈ കേട്ട വചനത്തിലൂടെ നല്ല ചിന്തകൾ ഞങ്ങൾക്ക് തരണം. അവിടുന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവാൻ, കേൾക്കുന്ന അനുസരിക്കുവാനുള്ള വിനയുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. കർത്താവ് കൂടെ ഇരിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദിയുടെ സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കും സ്തുതിക്കുന്നു. വിശുദ്ധിയുടെ വഴിയിൽ കൈപിടിച്ച് നടത്തുന്ന ദൈവമായിരിക്കും സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ ഞങ്ങളുടെ കാൽപിതാക്കന്മാരുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായമായി തീരണമേ. കർത്താവെ, അടിയുടെ ഉറവോട് ഓർക്കാൻ ഈ ദിവസം നിന്റെ മക്കൾക്ക് അടി അനുഭവിക്കണം. സർവ്വ ഞങ്ങൾക്ക് ആദ്യം തന്ന യേശു മിശിഹായുടെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിലൂടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ യേശുവിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. യേശു ക്രിസ്തു ഒത്തിരി സ്നേഹിച്ച ആളും യേശുവിനെ അതുപോലെ സ്നേഹിച്ച ആളുമായിരുന്നു സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നത് സെയിൻറ്റ് ജോൺ. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളതെല്ലാം വായിച്ചെടുത്തതാണ്. ദൈവം സ്നേഹമാണ് എന്ന ഒരു വലിയ സത്യം തൻ്റെ ലേഖനത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഉടനീളം വിളിച്ചറിയിച്ച ഒരു ദൈവത്തിൻ്റെ അപ്പോസ്തലനാണ് ഈ യോഹന്നാൻ ശ്ലീഹ. ആത്മലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ദൈവത്തിൻ്റെ പുത്രൻ തങ്ങളെ പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മനസ്സിലാക്കിയ, അത് ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു യോഹന്നാൻ ശ്ലീഹായുടെ ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളവയെയും സ്നേഹിക്കരുത്. രണ്ട് വാക്കുകളാണ് ശ്രദ്ധിക്കുക. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ളവയെ സ്നേഹിക്കരുത്. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഭൂമി എന്ന അർത്ഥത്തിലല്ല ലോകം എന്ന വാക്ക് നാം ഉപയോഗിക്കേണ്ടത്. മറിച്ച് തിന്മയുടെ സ്വാധീനമുള്ള മേഖലകൾ, തിന്മയുടെ ശക്തികൾ നിയന്ത്രിക്കുന്ന വേദികൾ, വേളകൾ, സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളെ, അത്തരം ലോകത്തെ ഉള്ളിൽ സ്നേഹിക്കാനേ പാടില്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തെ സ്നേഹിച്ചാൽ എന്താണ് കുഴപ്പം? ചില ആളുകൾ
ചിന്തിക്കാൻ. ലോകത്തെ സ്നേഹിച്ചാലുണ്ടാകുന്ന കുഴപ്പത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തിന്മയുടെ സ്വാധീനങ്ങളെ, തിന്മയുടെ ശക്തി നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളെ സ്നേഹിച്ചാൽ, ചൂതാട്ട കേന്ദ്രങ്ങളെ, മദ്യപാന കേന്ദ്രങ്ങളെ, വ്യഭിചാരശാലകളെ, തെറ്റായ കൂട്ടുകെട്ടുകളെ, തെറ്റായ വിനോദങ്ങളെ, ആധുനിക ഡാൻസ് എന്ന പേരിൽ നടത്തപ്പെടുന്ന വ്യഭിചാരത്തോടത്തിലേക്ക് നയിക്കുന്ന തെറ്റായ സാഹചര്യങ്ങളെ, കൂട്ടുകെട്ടുകളെ, തെറ്റായ രീതിയിൽ നമ്മെ നയിക്കുന്ന ഉപദേശങ്ങളെ ഒക്കെ നാം സ്നേഹിച്ചാൽ എന്താണ് കുഴപ്പം? യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: വ്യഭിചാരിണികളെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താണ്? ഈ ലോകത്തെ ഒരു വ്യക്തി സ്നേഹിച്ചാൽ, ദൈവമകനായി ജീവിക്കാവനായി വാക്കുകൊടുത്ത, വാഗ്ദാനം ചെയ്ത ഒരു ദൈവം ലോകത്തെ സ്നേഹിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവൻ എൻ്റെ ശത്രുവാണ്. മരിച്ച് ആത്മാവുത്തി ചെല്ലുമ്പോൾ നെറ്റിയിൽ സ്റ്റിക്കർ കിട്ടും, ഉറപ്പാ ദൈവത്തിന്റെ ശത്രു എന്ന സ്റ്റിക്കർ. ഞാൻ ലോകത്തെ സ്നേഹിച്ചാൽ ഞാൻ ദൈവത്തിന്റെ ശത്രുവാകും. ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ ലോകം എനിക്ക് ശത്രുവാകും. അതൊരു പരമമായ സത്യമാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ ലോകം വിദ്വേഷിച്ചത്, അപ്പോസ്തലന്മാരെ ലോകം പീഡിപ്പിച്ചത്, പരിശുദ്ധ അമ്മയോട്, പിന്നീടുള്ള പിതാക്കന്മാരോട്, സുവിശേഷകന്മാരോട്, ആത്മീക ജീവിത വിശുദ്ധിയിൽ കഴിഞ്ഞിരുന്നവരോട് ലോക മനുഷ്യന്റെ മനോഭാവം എന്തായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോശയെക്കുറിച്ച് ഇതാ ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ എഴുതുകയാണ്. അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചില്ല. ലോകത്തിന്റെ ആഡംബരങ്ങളെ, അത് അദ്ദേഹം എഴുതുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലെ സുഖലോലുപതയെയും അവിടെ നിന്ന് ലഭിക്കാവുന്ന എല്ലാവിധ ഭൗതികമായ നന്മകളെയും മോശ വേണ്ടെന്ന് വെച്ചു. കഷ്ടത സഹിക്കുന്ന സഹോദരങ്ങളോട് കൂടെ അവൻ ജീവിക്കാൻ തയ്യാറാണ്. അതാണ് മോശയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത. അവൻ ലോകത്തിലുള്ളവയെ സ്നേഹിക്കാൻ തയ്യാറായില്ല. പിന്നീട് താഴോട്ട് 15-ാം അധ്യായത്തിൽ കുറേയേറെ വാക്യങ്ങൾ കഴിയുമ്പോൾ നമുക്കിങ്ങനൊരു വാക്യം വായിക്കാനായിട്ട് കഴിയും: ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നോക്കുക, കർത്താവിനും കർത്താവിന്റെ അപ്പോസ്തലന്മാർക്കും ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യോഗ്യമല്ലാത്തൊരു ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ, നമ്മൾ മരിച്ച് ആ കർത്താവിന്റെ നാട്ടിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ശത്രു എന്ന ലേബലിംഗ് കിട്ടും എന്നാണ് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നവരെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ദൈവപൈതൽ നേരായ മാർഗത്തിൽ, വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കേണ്ട ആളാണ്. ഇനി പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹ തന്നെ പറയുകയാണ്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സ്വയം കാത്തു സൂക്ഷിക്കുന്നതുമാണ്. യഥാർത്ഥ ഭക്തി എന്താണ് എന്നതിനെ കുറിച്ച് 2 വ്യവസ്ഥകളാണ് നിർവചനമായി യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത്. ഒന്ന്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു. ആരാണ് അനാഥൻ? നാഥനില്ലാത്തവർ. ആരാണ് വിധവ? സംരക്ഷിക്കേണ്ട ആള് നഷ്ടപ്പെട്ടു പോയവർ. പ്രിയമുള്ളവര്, അത്തരം ആളുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നോക്കാൻ ആളില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, വേദന ജീവിതത്തിന്റെ ഭാഗമാക്കപ്പെടേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ടവർ, കഷ്ടതയുടെ നടുവിൽ എങ്ങനെ അടിക്കേണ്ടി വരുന്ന ആളുകൾ, പെട്ടെന്ന് അപ്രതീക്ഷിതമായ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കുടുംബം, പെട്ടെന്ന് ജീവിത പങ്കാളി മരിച്ചുപോയ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അല്ലെ ഒരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ചുപോയ ഒരു വീട്, അങ്ങനെയുള്ള വീടുകളിൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേർ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഒന്ന് കയറി ചെല്ലും? തങ്ങളുടെ ശാരീരിക സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വേദനിക്കുന്ന കുടുംബാംഗങ്ങളൊന്ന് ആശ്വസിപ്പിക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്?
അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് ആശ്വസിപ്പിക്കണം. അതാണ് ഭക്തി. നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഭക്തി എന്താണ്? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഭംഗിയായി വിളിച്ചിറങ്ങി പോകുന്നതോ, പള്ളിക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നതോ, മദ്യപിക്കാതിരിക്കുന്നതോ ഒക്കെ മാത്രമാണ് ഭക്തിയുടെ മാർഗമെന്ന്, പ്രകടനമെന്ന് പല ആളുകൾ ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ഞാനൊരു ഭക്തനായി പരിഗണിക്കണമെങ്കിൽ, ദൈവം എന്നെ ഒരു ഭക്തന്റെ കൂട്ടത്തിൽ എണ്ണണമെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ രണ്ട് കണ്ടീഷൻസ് പാലിച്ചിരിക്കുക. ഒന്ന്, അനാഥരെയും വിധവമാരെയും സങ്കടത്തിൽ ചെന്ന് ആശ്വസിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായോ അവർക്ക് വേണ്ട ഭൗതികമായ നന്മകളോ ബൗദ്ധികമായ ഉപദേശങ്ങളോ ആശ്വാസത്തിന്റെ വാക്കുകളോ കൊടുക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം അധികം ശ്രദ്ധിക്കാറില്ല. എവിടെയാണ് മനുഷ്യഹൃദയം വേദനിച്ചത്? എവിടെയാണ് ദൈവമകൻ ദുഃഖിക്കുന്നത്? യഥാർത്ഥ ഭക്തൻ അവിടേക്ക് ഓടിച്ചു. ഞാനൊരു സംഭവകഥ വായിച്ച് ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പകാലം മുതൽ ദേവാലയത്തിലെ എല്ലാ ആത്മീക വിഷയങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടെ ശ്രദ്ധിച്ച് അതിലൊക്കെ നന്നായി പങ്കെടുത്ത് ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു ജോലിയുണ്ട്, വിവാഹിതനായി, നല്ല പ്രിയ സഹോദരങ്ങളെ. എന്നിട്ടും അദ്ദേഹം പള്ളിയിലെ ഞായറാഴ്ച ബൈബിൾ ക്ലാസ്സോ ആരാധനയോ ഒന്നും മുടക്കില്ല. അതൊക്കെ പതിവായിട്ട് അദ്ദേഹം സംബന്ധിച്ചിരുന്നു. ഒരിക്കലും ഒരു ഞായറാഴ്ച ദേവാലയത്തിലെ ബൈബിൾ ക്ലാസ്സിന് വന്ന ഒരു വൈദികൻ ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ വൈദികൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ദൈവം ഇന്നും നമ്മോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട്, നമ്മുടെ ധൃതഗതി കൊണ്ട് ശാന്തമായി ദൈവശബ്ദം കേൾക്കാൻ നാം ഇരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാത്തത് എന്ന് ആ ബഹുമാനപ്പെട്ട അച്ഛൻ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അദ്ദേഹം ചെറുപ്പക്കാരൻ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് സ്വന്തം വാഹനത്തിനടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ദൈവത്തോട് തന്നെ ചോദിച്ചു, കർത്താവേ, യഥാർത്ഥത്തിൽ അച്ഛൻ പറഞ്ഞു ശരിയാണോ? പഴയ നിയമത്തെ കാലത്ത് നീ വ്യക്തികളോട് സംസാരിച്ചോളൂ, ഈ കാലത്ത് മനുഷ്യരോട് സംസാരിക്കാറുണ്ടോ? കർത്താവേ, നീ ഇന്ന് മനുഷ്യരോടൊക്കെ ഇടപെടുന്ന ആളാണെങ്കിൽ നീ ഇന്ന് എന്നോട് സംസാരിക്കണം. എന്തു പറഞ്ഞാലും ഞാനത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചോളാം. പ്രിയമുള്ളവരെ, അദ്ദേഹം ഇത് പറഞ്ഞിട്ട് കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരം വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ശബ്ദം, പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഒരു പാക്കറ്റ് പാല് വാങ്ങാം. പ്രിയമുള്ളവരെ, അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. ഒരു പക്ഷേ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു അദ്ദേഹം വീണ്ടും കുറച്ചുകൂടെ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ ശക്തമായ വീണ്ടും പ്രേരണ ഉള്ളിൽ നിൽക്കുന്നു, ഒരു പാക്കറ്റ് പാല് വാങ്ങണം. രണ്ടാമതും ആ ശബ്ദം കേട്ടപ്പോൾ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒരു പക്ഷേ ദൈവത്തിൽ നിന്നാവും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് ഒരു കടയുടെ മുന്നിൽ നിർത്തി അവിടെ നിന്ന് 2 പാക്കറ്റ് പാല് വാങ്ങി അദ്ദേഹം വണ്ടിയിൽ വെച്ചു. എന്നിട്ട് വണ്ടി മുന്നോട്ട് ഓടിക്കുകയാണ്. കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് വീണ്ടും ശക്തമായ പ്രേരണ, ഇവിടുന്ന് റൈറ്റ് തിരിയുക. റൈറ്റ് തിരിഞ്ഞിട്ട് വീണ്ടും ഒരു വഴിയിൽ കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ കുറേ ദൂരം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ആ വഴി നിന്ന് ഒരു ചെറിയ കോളനിയിലാണ് അവസാനിക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ചിന്തയായി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്നാണ് അകത്തുനിന്ന് ശബ്ദം കേട്ടത്. വലതുവശത്തെ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ പോയി ബെല്ലടിക്കും. അദ്ദേഹം ഉള്ളിൽ ഈ പ്രേരണ കിട്ടിയതനുസരിച്ച് വലതുവശത്തുള്ള വീട്ടിൻ്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചു. അവിടെ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു, വാതിൽ തുറന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം ആ വീടിനകത്തേക്ക് കയറി അദ്ദേഹം പറയുകയാണ്, ബ്രദറെ, ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങി കൊണ്ടുവന്ന പാലാണ്, ഇത് മേടിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആശ്ചര്യമുണ്ടായി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ സാറേ, 1 മിനിറ്റ് നിൽക്കണം, ഞാൻ ഇപ്പോൾ ഓടി വരാം. അദ്ദേഹം ഓടി അകത്ത് ചെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് മടിയിൽ തോളത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു. എൻ്റെ സാറേ, എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഈ കുഞ്ഞിന് വിശന്ന് കരഞ്ഞപ്പോൾ അതിന് കൊടുക്കാനായിട്ട് പാല് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. തുറന്നു പറഞ്ഞാൽ 2 ആഴ്ചയായി വേണ്ട രീതിയിൽ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ആരോടും
പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇഷ്ടം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. പെട്ടെന്നായിരുന്നല്ലോ സാറ് വന്നത്. സാറിനെ ദൈവം അയച്ചതാണ്, ദൈവത്തിൻ്റെ ദൂതനാണ് സാറെന്ന് പറഞ്ഞ് ഭാര്യയും അകത്തുനിന്ന് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ വന്ന ആ വീടിൻ്റെ സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, വളരെ വേദനിപ്പിക്കുന്ന ഒരു കണ്ടീഷനിലൂടെയാണ് അവർ കടന്നുപോയത്. വന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന പേഴ്സ് തുറന്ന് കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പ്രിയ സഹോദരങ്ങളെ പണവും പാലൊക്കെ ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ പ്രിയ സഹോദരങ്ങളെ വാങ്ങിയ ചെറുപ്പക്കാരൻ്റെയും കൊടുത്ത ചെറുപ്പക്കാരൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതാണ് പ്രിയ സഹോദരങ്ങളെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. നാമൊക്കെ ഭക്തി എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രം കാണിക്കേണ്ട ഒരു കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കുന്നത് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അത് പള്ളിക്ക് വെളിയിലാണ്, വേദനിക്കുന്ന മനുഷ്യഹൃദയങ്ങളിലാണ്, നൊമ്പരം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഭക്തനാണോ അല്ലയോ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലുണ്ടാകാം, ബന്ധുമിത്രാദികളിലുണ്ടാകാം, ഇടവകയിലുണ്ടാകാം, അന്യമതസ്ഥരിലുണ്ടാകാം, ഈ നാട്ടിൽ തന്നെ ഉണ്ടാകാം. എവിടെയാണ് മനുഷ്യരെ വേദനിച്ചത്? പ്രിയമുള്ളവരെ, അന്യാധീനമായി അനാവശ്യമായി ധൂർത്തടിക്കുന്ന പണം, ആഡംബരത്തിന് വേണ്ടി ചെലവിടുന്ന പണം നിങ്ങൾ ദയവ് ചെയ്ത് സ്വരൂപിച്ച് വേദനിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാമോ? 10 പേര് ചേർന്നാൽ എത്ര കുടുംബങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? എത്ര പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും? പ്രിയമുള്ളവരെ, ഭവനം ഉണ്ടാക്കാനായിട്ട് കഴിയും. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഇതാണ്. യഥാർത്ഥ നോമ്പെന്ന് പറയുന്നത് എന്താണ്? അതുകൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ശിയാവിന്റെ 58-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിച്ചു കളയുക, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക, അനാഥരെ നിന്റെ വീട്ടിൽ ചേർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള നോമ്പ്, എനിക്കിഷ്ടമുള്ള ഉപവാസം. 8-ാമത്തെ വാക്യത്തിൽ എഴുതുകയാണ്: തല വേഴാമ്പലിനെ പോലെ കുനിയിച്ചു പിടിക്കുക, ചാരത്തിൽ കിടക്കുക, ചാക്കുശീല ധരിക്കുക. ഇതിനാണോ എനിക്കിഷ്ടമുള്ള നോമ്പെന്ന് നീ പറയുന്നത്? യഹൂദന്മാരുടെ നോമ്പ് കാലഘട്ടത്തിലെ പുറമേയുള്ള ഒരു പ്രകടന പരതയാണ് നമ്മളിവിടെ വായിച്ചു കൊടുക്കുന്നത്. പിന്നെയുള്ള നമ്മുടെയൊക്കെ നോമ്പ് എന്തുമാത്രം പേര് ആത്മാർത്ഥമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്. നോമ്പെടുത്തു എന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം അറിയണമെങ്കിൽ ആ കർത്താവിന്റെ ഇഷ്ടം അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. ന്യായരഹിതമായ കെട്ട് മനസ്സിൽ പിശാച് വെച്ചെങ്കിൽ ചിലരോടൊരു വാശി, പിണക്കം, മദ്യപാനം, ആസക്തികളുടെ ബന്ധനം കൊണ്ട് അഴിച്ചു പൊട്ടിക്കണം. നമ്മൾ വഴി ആരെയും പീഡിപ്പിക്കാൻ ഇടയാകരുത്. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു വേദന, ഒരു പീഡനം കൊടുക്കാൻ ഇടയാകരുത്. അത് മാത്രം പോരാ, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. നോക്കുക, നിനക്കൊരപ്പം കയ്യിലുണ്ട്, ആ അപ്പത്തിന്റെ പകുതി നിനക്ക് ഭക്ഷിക്കാം, പകുതി നീ വേദനിക്കുന്നവർ കൊടുക്കണം. നോക്കുക, ഇതാ ദൈവം നോമ്പെന്ന് പറയുന്നത്. നോമ്പായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു ഇതാണ്. മുസ്ലിം സഹോദരങ്ങൾക്കിടയിലെ നോമ്പ് കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കുക അവർക്ക് നിർബന്ധമാണ്. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്തിൽ അവർ വളരെ ആത്മനിയന്ത്രണം പാലിക്കുന്നു. പിന്നീട് അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുടുംബക്കാരെ മാത്രമല്ല, ഓരോ കുടുംബവും വേദനിക്കുന്ന 10 പേരെയെങ്കിലും സഹായിച്ചിരിക്കണമെന്ന് അവരുടെ സമുദായ നിയമമാണ്. ഇത് തന്നെ യഹൂദന്മാർക്ക് ബാധകമായിരുന്നു, നമുക്കും ഇത് ബാധകമാണ്. നോമ്പെടുക്കുമ്പോൾ എത്ര പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കാറുണ്ട്, എത്ര അനാഥശാലകളിൽ കടന്നു ചെല്ലാറുണ്ട്, അവരെ സാമ്പത്തികമായോ സാധനങ്ങൾ നൽകിയോ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നോമ്പെടുത്തെന്ന് മറ്റു ചിലർ അറിയത്തക്കവണ്ണം നോമ്പെടുക്കാൻ പഠിക്കണം. വേദനിക്കുന്ന ചിലർ അറിയണം അദ്ദേഹം നോമ്പെടുത്തയാണ്. പ്രിയ സഹോദരങ്ങളെ, 50 ദിവസം ഇറച്ചി മീനും കൂട്ടാതിരിക്കുന്നതിലൂടെ നമുക്ക് ലാഭിക്കാവുന്ന പണം നമ്മൾ ഈസ്റ്ററിന് തീർക്കാനുള്ളതല്ല. അത് ഒരു തുട്ടു പൈസ പോലും തൊടാതെ ആ പൈസ വേദനിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിരിക്കും. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെയാണ് യഥാർത്ഥ ഭക്തിയുടെ മുഖം ദൈവം കാണുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആത്മീയതയിലേക്കാണ് ഈ കാലഘട്ടത്തിൽ മാറേണ്ടത്. ഉപരിപ്പെടോ ഭക്തി അപകടകരമാണ്. പ്രിയമുള്ള ഭക്തിയുടെ പുറം പോയിച്ച് പൊട്ടിപ്പോകും. അനേകം പേർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ഇല്ലാത്തവരായി, ശക്തിയെ ത്യജിക്കുന്നവരായി അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് 1
2 തീമോത്തിയോസ് 3:1 പൗലോസ് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്കതിൽ നിന്ന് മാറണം. നമുക്കൊരു പുതിയ മനുഷ്യനാണ്. എവിടെയാണ് അനാഥർ, വിധവമാർ, വേദനിക്കുന്നവർ, അവർക്കൊരാശ്വാസം കൊടുക്കാൻ. ഒരുപക്ഷെ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്ന സഹായം കൊടുക്കുക. അതാണ് ഭക്തി എന്ന് പറയുന്നത്. 2, ഭക്തിയുടെ രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സ്വയം കാത്തു സൂക്ഷിക്കണം. ഈ വളരെ ആഴത്തിൽ ദീർഘസമയം എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിന്റെ കളങ്കം പറ്റാതെ സ്വയം കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ഈ സഹോദരങ്ങളെ, ലോകത്തിൽ കളങ്കം വല്ലതും ഉണ്ടോ? കഴിഞ്ഞ തലമുറയിൽ കുറച്ചുപേർ മദ്യപാനികളോ ചീട്ടുകളിക്കാരോ കഞ്ചാവ് വലിക്കുന്നവരോ മോഷ്ടാക്കളോ ഒക്കെ ആയി മാറുമ്പോൾ നമ്മൾ അവരെ ദുഷ്ടന്മാരാണ്, കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമായി. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിന്മയുടെ സ്വാധീനം എല്ലാ മേഖലകളിലും വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് ഒത്തിരി കളങ്കങ്ങൾ ഇന്ന് കൊച്ചുകുട്ടികളിലും യൗവനക്കാരിലും വൃദ്ധന്മാരിലും വരെ കടന്നുകൂടിയിരിക്കുന്നു. എന്താണ് ലോകത്തിന്റെ കളങ്കം? വിശുദ്ധിക്ക് ചേരാത്ത, ദൈവനിയമത്തിനെതിരായ, ദൈവവിശുദ്ധിക്ക് ചേരാത്ത, ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരായ, അന്യർക്ക് വേദന കൊടുക്കുന്ന, സഹജീവികൾക്ക് നൊമ്പരം കൊടുക്കുന്നതെല്ലാം പ്രിയ സഹോദരങ്ങളെ ലോകത്തിന്റെ കളങ്കങ്ങളുടെ പട്ടികയിലാണ് ദൈവം പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളുടെ ദുരന്ത ഫലത്തെക്കുറിച്ച്, ഭാവി ഭവിഷ്യത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ചുറ്റുവട്ടം ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ, അത് നോക്കി ചെയ്യാൻ, കാണുന്ന കാഴ്ചകളിൽ നിന്ന്, കിട്ടുന്ന തെറ്റായ അറിവുകളിൽ നിന്ന് ഭവിഷ്യത്ത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ വരെ എത്തിപ്പെടുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാനിന്ന് ഓർക്കുന്നു, പ്രിയ സഹോദരങ്ങളെ, പത്രത്തിൽ നാം വായിച്ചിരുന്നൊരു വാർത്തയായ ചില വർഷങ്ങൾക്കപ്പുറം മധ്യ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂറിലുള്ള ആ ഒരു സ്ഥലത്ത് രാഹുൽ വർഗീസ് എന്നൊരു ചെറുപ്പക്കാരൻ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. രാവിലെ 5:45 ഒരു മധ്യവയസ്കനെ കുത്തിക്കൊന്നു. എന്താണ് കാരണമെന്നറിയാമോ? ഈ മനുഷ്യന്റെ മകളെ ഈ രാഹുൽ പ്രേമിച്ചു. അവളെ കിട്ടാതെ വന്നപ്പോൾ, അവരുടെ വിവാഹം നടക്കത്തില്ല, 2 ഭിന്ന മതസ്ഥരാണ്. അവരുടെ വിവാഹം നടക്കത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇതാ നിരപരാധിയായ ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുകയാണ്. ആ പെൺകുട്ടിയെയും ആ മനുഷ്യൻ കുത്തിയെങ്കിലും ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. മാരകമായ രീതിയിൽ മുറിവേറ്റു. ഞാൻ ചോദിക്കട്ടെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് അവന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ദൈവമോ ടീച്ചേഴ്സോ ആഗ്രഹിച്ചൊരു കാര്യമാണോ ഇത്? പ്രിയമുള്ളവരെ, നമ്മൾ കുട്ടികളെ പഠിക്കാനായിട്ടാണ് കോളേജുകൾ, സ്കൂളിലുണ്ട്. പഠിക്കാൻ പോകുന്ന കുഞ്ഞ് കല്യാണാലോചിക്കാൻ പോയതാ അപകടമായി മാറി. ആ പ്രായത്തിൽ അവനെക്കുറിച്ച് ആരും ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവൻ ചെയ്തു. പാപം എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ഹമാർഷ്യ എന്നാണ്. അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക. ദൈവം ഓരോ വ്യക്തിയെക്കുറിച്ചും, ഓരോ സാഹചര്യത്തെക്കുറിച്ചും, ഓരോ അവയവങ്ങളെക്കുറിച്ചും ഓരോ ലക്ഷ്യം വെച്ചിട്ട് ആ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കൈയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കൈ കൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും സ്നേഹം കൊടുക്കുവാനും വേണ്ടിയാണ് തമ്പുരാൻ എനിക്ക് കഴിയുന്നത്. ഇതേ കൈകൊണ്ട് ഞാനൊരു മനുഷ്യനെ അടിച്ച, പ്രിയമുള്ളവരെ, കൈയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം ഞാൻ തെറ്റിക്കുകയാണ്. ഓരോ അവയവങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ലക്ഷ്യമുണ്ട്. കണ്ണുകൊണ്ട് നല്ലത് കാണാനാണ് തമ്പുരാൻ കഴിയും, ചെവി കൊണ്ട് നല്ലത് കേൾക്കാനാണ്, നാവ് കൊണ്ട് നല്ലത് പറയാനാണ്, കൈകാലുകൾ കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യാനാണ് തമ്പുരാൻ ലക്ഷ്യമുണ്ട്. ഇവയെ കൊണ്ടൊക്കെ തിന്മ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പ്രിയമുള്ളവരെ, ഒരു വിദ്യാർത്ഥിയെ കുറിച്ച്, ഒരു വീട്ടമ്മയെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ തെറ്റിക്കുന്ന പണികൾ പാപമാണ്. ഇനി ആദ്യം കേട്ട കഥയിലേക്ക് മടങ്ങുക. വിദ്യാർത്ഥിയായ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഈ മനുഷ്യനെ കുറിച്ച് പ്രിയമുള്ളവരെ, ദൈവം ഇഷ്ടപ്പെട്ടതല്ല, പേരൻസ് ഇഷ്ടപ്പെട്ടതല്ല നടന്നത്. ഞാൻ ചോദിക്കട്ടെ, കൊലപാതകി എന്ന പേര്
ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പകർത്തപ്പെട്ടു കഴിഞ്ഞു, നെറ്റിയിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം എങ്ങനെ കിട്ടും? ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കാതെ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടമ്മ ഈ ചെറുപ്പക്കാരൻ്റെ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കും? അവൻ അതിരാവിലെ ദേഷ്യം വന്നപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കും, പെട്ടെന്നുള്ള വികാരത്തുള്ള ചെയ്തതായിരിക്കും. സാരമില്ല, എൻ്റെ കൊച്ചിന് കല്യാണം നടത്തി കാലമായല്ലോ, അവളെ എങ്ങനെയും കെട്ടിച്ചു വിടാമെന്ന് ഓരോ വീട്ടിലെ സ്നേഹമുള്ള അമ്മയും സമ്മതിക്കത്തില്ല. പ്രിയമുള്ളവരെ, നോക്കുക, ജീവിതകാലം മുഴുവൻ കൊലപാതകം എന്ന നിലയിൽ വിലപ്പെട്ട ദീർഘായുസ്, ആരോഗ്യം, ഭാവി മുഴുവൻ തച്ചുടയ്ക്കാൻ ഈ തെറ്റായ ശൈലി കാരണമായി. ലോകത്തിൻ്റെ ഒരു വലിയ കളങ്കമായിട്ടെന്ന് അനേകർ തിരിച്ചറിയുന്നത്. ഇതെങ്ങനെയാണ് ചെറുപ്പക്കാരൻ ഇതിനുള്ള ആ സാഹചര്യം ഉണ്ടായത്? പ്രിയമുള്ളവരെ, സിനിമ, സീരിയലുകൾ എന്താണ് നടക്കുന്നത്? ഒരിടത്തും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം. പ്രിയമുള്ളവരെ, അത് റിയലാണെന്ന് വരുത്തി തീർക്കാവുന്ന ഒരു കുതന്ത്രം അതിൽ നടക്കുക. ഒരു സിനിമ കാണുമ്പോൾ കാണുന്ന കാഴ്ചകൾ കാണുന്നവരെ ഒത്തിരി സ്വാധീനിക്കുമെന്ന് ഇന്ന് അനേകം പേർ തിരിച്ചറിയുന്നില്ല. ഒന്ന് കണ്ടാൽ എന്നാ കുഴപ്പം? പ്രിയമുള്ളവരെ, കുഴപ്പമുണ്ടെന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഉദാഹരണം കൊണ്ട് തെളിയിക്കാനുണ്ട്. നമ്മുടെ കാഴ്ചകൾ, നോട്ടങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. ദാവീദ് മഹാരാജാവ് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് സന്ധ്യയ്ക്ക് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവരുടെ ഉലാത്തിക്കൊണ്ട് നടക്കുക. പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ ഇതാ സ്വന്തം ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, വിശ്രമത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ടു. ആ മനുഷ്യൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാലം താഴേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ചുരുക്കി പറയട്ടെ, പിന്നീട് ഈ ദാവീദിന് ഒരു കാലത്ത് ദൈവത്തിന്റെ ഇഷ്ടപുത്രനായിരുന്നു, ദൈവവേദനായി, ദൈവത്തിന്റെ നല്ലൊരു മകനായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ തകർന്ന വരിപ്പണമായി വ്യഭിചാരവും കൊലപാതകവും ദാവീദിന് ചെയ്യേണ്ടതായിരുന്നു. ഈ രണ്ട് ദുഷ്കൃത്യങ്ങളും ദാവീദിനെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവല്ല, ദുരാത്മാവാണ്. ദുരാത്മാവ് ദാവീദിന്റെ ഉള്ളിൽ കടന്നത്, ചിന്തയിലേക്ക് കടന്നത് ഏത് വാതിലൂടെയാണ്? ചെവിക്കാത്തൂടെ, വായിക്കാത്തൂടെ, കണ്ണിനകത്തൂടെ. നോക്കുക, ഒരു നോട്ടത്തിലൂടെ, ഒരു കാഴ്ചയിലൂടെ ഇതാ തെറ്റായ ചില ചിന്തകൾ ആ മനുഷ്യന്റെ തലച്ചോറിനെ സ്വാധീനിച്ചു. അത് ദുഷിച്ച് പ്രവൃത്തിയിലേക്ക് നയിച്ചു. ഇതിന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു പാപമാണ്. തെറ്റായ കാഴ്ചകൾ തെറ്റായ ചിന്തകളിലേക്കും, തെറ്റായ ചിന്തകൾ തെറ്റായ പ്രവൃത്തികളിലേക്കും നമ്മെ നയിക്കുമെന്ന് അരുതാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയണം. ഞാൻ വെറുതെ പറഞ്ഞില്ല. ഉത്സവപ്പിറ്റൻ എന്ന സിനിമ കണ്ട് ഇഷ്ടതാരമായ മോഹൻലാൽ തൂങ്ങി മരിക്കുന്ന വേദന സഹിക്കാൻ മേലാതെ 12 വയസ്സുള്ള ഒരു പയ്യൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തൂങ്ങി മരിച്ചതാണ്. രാമബാണം കണ്ണിൽ തറച്ച് അനേക കുട്ടികളുടെ കണ്ണുപോയി, പത്രത്തിൽ വായിച്ചതാണ്. ശ്രീരാമൻ അമ്പെയ്യുന്നത് കണ്ട് കുട്ടികൾ അത് ചെയ്തു.